ഒരു വ്യക്തമായ ഒരു പദ്ധതി ഇല്ലേ? ഒരു ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ഗെയിം, നല്ല സ്ട്രോങ് ഡിഫെൻസ്, കോമ്പാക്ട് ഡിഫെൻസ്, ആർക്കും ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ ലക്ഷ്യം? യെസ്, ശരിക്കും നമ്മളെ ഒരു മെയിൻ എയിമാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതൊരു കോച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടാക്ടിക്സ് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ എനിക്ക് ഹയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂർ മാജിക് FC വളരെ പുറകിലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ടീം ഫോം ചെയ്തത്. അപ്പോഴത്തേനും നല്ല കളിക്കാരൊക്കെ മറ്റ് ടീമുകളെ എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ടീം മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു, ലിഷൻ ഷീഫിനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു സപ്പോർട്ടിംഗ് ആണ് തന്നത്. കാരണം നന്നായിട്ട് തന്നെ ചെയ്തോ, അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കോച്ചിനെ ഞാൻ ആദ്യം ഹയർ ചെയ്യുന്നത്. അതിനുശേഷം നല്ല പ്ലെയേഴ്സിനെ, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ടീമിലേക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും നല്ല പ്ലെയേഴ്സിനെയാണ്, ഏറ്റവും നല്ല ഡിഫൻഡറായിട്ടുള്ള ISL ചാമ്പ്യനായിട്ടുള്ള ഡിഫൻഡറായിട്ടുള്ള മെയിൽസൺ ആൽബസ്, അദ്ദേഹത്തെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ നെടും തൂണാക്കിയിട്ട് സെൻറ്റർ ബാക്കായിട്ട് നിലനിർത്തുക, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ നല്ല എന്താ പറയുക എനർജിക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബിബിനാജയെ കൊണ്ടുവരിക, ജിയാദിനെ കൊണ്ടുവരിക, തേജസ് കൃഷ്ണയെ കൊണ്ടുവരിക, പിന്നെ സുമിത് റാട്ടീനെ ഞങ്ങൾ കൊണ്ടുവന്നു. സുമിത് റാട്ടി നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ സുമിത് റാട്ടീൻ്റെ വീട്ടിലെ മദറിൻ്റെ അസുഖങ്ങളായിട്ട് സുമിത് റാട്ടിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ഞാൻ നല്ലൊരു ടീമിനെയാണ്, സ്ക്വാഡിനെയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. ആ വന്ന പ്ലെയേഴ്സ് നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫെൻസിങ്ങിൽ വളരെ ഉരുക്കുകോട്ട പോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെനി റോഡ്രിഗസ് ആയാലും പിന്നെ കട്ടിമണി ആയാലും അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ടീമിനെ, ബാക്കി ലെനി സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.